കണ്ടെത്തലിനെതിരെ പീഡന പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിൽ തെളിവെടുപ്പിനായി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പൗടിക്കോളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വീട്ടിലോട്ട് കൊണ്ടുപോവാണ്, ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. രാഹുൽ ജി നാഥും ജിബിൻ ജെബിയും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നലെ പോലീസ് വീട്ടിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ വേണ്ടി എത്തിയ സമയത്ത് പോലും അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ലാപ്ടോപ്പ് പോലീസ് കാണാതെ ഒളിപ്പിച്ച് ഞാനിതാ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് പോസ്റ്റ് ചെയ്ത സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിനെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നപ്പോൾ മീൻ വിൽക്കാനൊക്കെ ആളുകളെ വിളിക്കുന്നത് പോലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുന്ന രാഹുൽ ഈശ്വറിനെ പബ്ലിസിറ്റി മാത്രമാണോ? ഇന്നലെ ഭാര്യ പറയുന്നത് കേട്ടു, ഇന്നലെ ഹാജരാക്കേണ്ട ജഡ്ജിക്ക് മുന്നിലെന്ന്, അത് ഞങ്ങളെടുത്ത തീരുമാനമാണ് എന്നുള്ളത്. തീർച്ചയായും പല കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ കൂട്ടി വായിക്കേണ്ടി വരും. കാരണം ഈ ഒരു വാർത്ത, അതായത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിളിപ്പിച്ചു എന്ന് രാഹുൽ ഈശ്വർ തന്നെയാണ് മാധ്യമങ്ങളോട് അറിയിക്കുന്നത്. അതായത് വിളിപ്പിച്ചതാണെന്ന് മാത്രമാണ് രാഹുൽ ഈശ്വറിനുള്ള ബോധ്യവും. അങ്ങനെ ആ ഘട്ടത്തിലാണ് ഈ പോലീസ് തീരുമാനിക്കുന്നത്, നമുക്ക് തീരുമാനിച്ചതുപോലെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, മറിച്ച് നന്ദാവനം എയർ ക്യാമ്പിലേക്ക് പോകാമെന്ന തീരുമാനം ഉണ്ടാകുന്നത്. അതിനുശേഷം ഓരോ കാര്യങ്ങളും കൃത്യമായി മാധ്യമങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും പല കേസുകളിലും അനിവാര്യമായ കാര്യവുമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പരിഹാസ രൂപേണ ഇത്തരത്തിൽ ലാപ്ടോപ്പ് ആവശ്യപ്പെടുമ്പോൾ, മൊബൈൽ ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചേക്കാമെന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ കള്ളക്കേസാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ, തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നയാൾക്ക് എന്തുകൊണ്ട് തൻ്റെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലീസിന് മുന്നിൽ കാട്ടി ഇതിലൊന്നുമില്ലല്ലോ എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ഇന്നലെ മുതൽ ആ ഒരു ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് മനോഭാവം ശ്രദ്ധിച്ചാൽ അറിയാം, ആത്മവിശ്വാസത്തോടെ തന്നെ കുടുക്കിയതാണ്, തനിക്കൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ രാഹുൽ ഈശ്വർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത്. ഇത് കസ്റ്റഡിയിലേക്ക് പോകുന്നു, പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്നു, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോകുമ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ താനിപ്പോഴും അത് ഏൽക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ പ്രതികരണങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ വലിയ വിമർശനങ്ങളിലേക്ക് വന്നിരുന്നു. ഒപ്പം പോലീസ് സൈബർ വിഭാഗം വളരെ ചടുലമായ നീക്കവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് മൊഴിയെടുക്കുന്നു. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിൽ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നു. അവിടെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ഘട്ടത്തിലൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ലാപ്ടോപ്പും പരിശോധിച്ച ശേഷം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം, തെളിവുമായി മുന്നോട്ട് പോകാമെന്ന് പോലീസ് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എന്തായാലും തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൗടിക്കോണത്തെ വീട്ടിലേക്ക് സംഘം രാഹുൽ ഈശ്വറുമായി പോവുകയാണ്. അവിടെ ഏതാണ്ട് എത്താറായി എന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം ഇവിടുന്ന് ഇറങ്ങി ഏതാണ്ട് അരമണിക്കൂറധികം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ജിബിൻ ജെബി കൂടി നമുക്കൊപ്പം, രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോളത്തെ വീട്ടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ജിബിൻ ജെബി കൂടി ചേരുന്നുണ്ട്. ജിബിൻ, അവിടേക്ക് എത്തിയോ രാഹുൽ ഈശ്വർ? മറ്റാരൊക്കെ അവിടെയുണ്ട്? രാഹുൽ ഈശ്വർ പുറപ്പെട്ടിട്ട് ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇതാണ് ശ്രീകാര്യം പൗടിക്കോണത്തുള്ള രാഹുൽ ഈശ്വറിന്റെ വീട്. യാഗെന്നാണ് വീട്ടിന്റെ പേര്. രാഹുൽ ഈശ്വറിന്റെ ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഈ വീടിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന വീടിന് മുൻവശത്ത് ഇടതുവശത്ത് കൂടി നമുക്ക് ഒരു സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വുഡൻ സ്റ്റെയർ കേസാണ്. അവിടെ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഈ വീഡിയോ ഒക്കെ ചെയ്ത തന്റെ ലാപ്ടോപ്പ് നമുക്കിവിടെ ഒളിപ്പിക്കാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആ ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേസ് ആ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രാഹുലിനെ പോലീസ് ഇന്ന് 11 മണിയോട് കൂടിയാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നത്. പക്ഷേ അതിനു മുൻപായാണ് ഈ ഒളിപ്പിച്ചുവെന്ന് രാഹുൽ ഈശ്വർ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പറഞ്ഞ ആ വീട്ടിലേക്ക് തന്നെ എത്തുന്നത്. ഈ വീട്ടിന്റെ അകത്തു നിന്ന് ഈ ലാപ്ടോപ്പ് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഈശ്വറിനെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പലതവണ ഈ വീടിന്റെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീട്ടിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ രാഹുൽ ഈശ്വർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നിന്നാണ് പല വീഡിയോസും രാഹുൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റുഡിയോയിലേക്ക് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പോലീസ് ആ വീട്ടിലേക്ക്
ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് എത്തുന്നത് ഒരു ഡോറിന്റെ മറുഭാഗത്ത് നിന്ന് ചിത്രീകരിക്കുന്ന രാഹുൽ ഈശ്വർ. എന്നിട്ട് ഞാൻ ലാപ്ടോപ്പ് ഇതാ ഒളിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വളരെ കൗശലക്കാരനെ പോലെ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് ശരിക്കും ആ വീഡിയോ രാഹുലിന്റെ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ആവുന്നത്. അതൊന്നുകിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അതിന് വേറെ ആരെങ്കിലും അഡ്മിൻ ഉണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഒരു പോലീസ് ഒരു നടപടിയുമായി വരുമ്പോൾ പോലും പാലിക്കേണ്ട ചില കാര്യങ്ങൾ, തെളിവ് ഞാൻ ദാ ഒളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ചീപ്പ് പബ്ലിസിറ്റിയാണ് ഇന്നലെയും കാണിച്ചത്. അത് തന്നെയാണ് ആര്യ. കാരണം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രാഹുൽ ഈ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം പോലീസ് രാഹുലിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്താണ് രാഹുൽ ഈശ്വർ ഈ വീടിന്റെ അകത്ത് നിന്ന് പോലീസ് എന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, എന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചിത്രീകരിച്ച ലാപ്ടോപ്പ് വീട്ടിൽ തന്നെ ഒളിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം വീഡിയോ പകർത്തുകയും ചെയ്തത്. രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായ ശേഷമാണ് ആ വീഡിയോ രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അതായത് രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും പോലീസിനെ പരിഹസിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് രാഹുൽ ഈശ്വറിനെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് പോലും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാകണം ഈ വാഹനത്തിന്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് തലയിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്നെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ലാപ്ടോപ്പ് തെളിവായി എടുക്കുന്നതിന് വേണ്ടി. അത്തരത്തിൽ